നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. വിവിധ മുസ്ലിം സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ നബിദിനാഘോഷം സംഘടിപ്പിച്ചു. രാഹുൽ ഗാന്ധിയുടെ ജനപിന്തുണയിൽ പിണറായി വിജയന് ഹാലിളകിയെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ്. പത്തനാപുരം, കോന്നി താലൂക്കുകൾ യാഥാർത്ഥ്യമായി റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷന്റെയും വിവിധ മുസ്ലിം സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ പുനലൂരിൽ നബിദിന റാലിയും പൊതുസമ്മേളനവും ചികിത്സാ സഹായ വിതരണവും സംഘടിപ്പിച്ചു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ 1488 ജന്മദിനം പുനലൂരിൽ വിവിധ പരിപാടികളോടെയാണ് ആഘോഷിച്ചത്. കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ, ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ, ലജ്നത്തുൽ മുഅല്ലിമീൻ, യുവജന ഫെഡറേഷൻ, സ്റ്റുഡന്റ് ഫെഡറേഷൻ എന്നീ താലൂക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് നബിദിന റാലിയും പൊതുസമ്മേളനവും ചികിത്സാ സഹായ വിതരണവും സംഘടിപ്പിച്ചത്. പുനലൂർ TB ജംഗ്ഷനിൽ നിന്നുമാണ് നബിദിന റാലി ആരംഭിച്ചത്. അലങ്കരിച്ച വാഹനങ്ങൾ, ദഫ്മുട്ട് സംഘങ്ങൾ, ഇരുചക്ര വാഹനങ്ങൾ എന്നിവ റാലിയിൽ അണിനിരന്നു. TB ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റാലി ടൗൺ ചുറ്റി മാർക്കറ്റ് ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് ചേർന്ന സമാപന സമ്മേളനം അൽഹാജ് കടക്കൽ അബ്ദുൽ അസീസ് മൗലവി ഉദ്ഘാടനം ചെയ്തു. ജമാഅത്ത് ഫെഡറേഷൻ താലൂക്ക് പ്രസിഡന്റ് കുളത്തൂപ്പുഴ സലീം അധ്യക്ഷത വഹിച്ചു. ഫെഡറേഷൻ താലൂക്ക് ജനറൽ സെക്രട്ടറി KA റഷീദ് സ്വാഗതം പറഞ്ഞു. അൽഹാജ് ഷൈഖുന ഏരൂർ ഷംസുദ്ദീൻ മദനി നബിദിന സന്ദേശം നൽകി. തിരുവനന്തപുരം ഭീമാപ്പള്ളി ചീഫ് ഇമാം അൽ ഉസ്താദ് KM ഹസൻ അഷ്റഫി ഫാളിൽ വഹാഫി മുഖ്യപ്രഭാഷണം നടത്തി. ജംഇയ്യത്തുൽ ഉലമ വൈസ് പ്രസിഡന്റ് കുളത്തുപുഴ അഷ്റഫ് മൗലവി ചികിത്സാ സഹായം വിതരണം ചെയ്തു. ഇടമൻ TJ സലീം, N പീതാംബരക്കുറുപ്പ് MP, S ബിജു, ഹാജി EM ഷാജഹാൻ മൗലവി, കുന്നിക്കോട് മുഹമ്മദ് സലീം മന്നാനി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തെന്മല ഹിദായത്തുൽ ഇസ്ലാം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ നബിദിനാഘോഷം സംഘടിപ്പിച്ചു. മൌലീദ് പാരായണവും നേർച്ച വിതരണവും നബിദിന റാലിയും ആഘോഷ പരിപാടികളുടെ പ്രത്യേകതയായിരുന്നു. തെന്മല ഹിദായത്തുൽ ഇസ്ലാം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ നബിദിനാഘോഷം സംഘടിപ്പിച്ചു. നബിദിനാഘോഷത്തിന്റെ ഭാഗമായി മൌലിദ് പാരായണവും നേർച്ച വിതരണവും നബിദിന റാലിയും സംഘടിപ്പിച്ചു. രാവിലെ 10 മണിക്ക് പള്ളി അങ്കണത്തിൽ നിന്നും ആരംഭിച്ച റാലി തെന്മല ജംഗ്ഷൻ വഴി മയ്യവാടി വഴി തിരിഞ്ഞ് പള്ളി അങ്കണത്തിൽ എത്തിച്ചേർന്നു. മദ്രസ വിദ്യാർത്ഥികളുടെ ദഫ്മുട്ട് നബിദിന റാലിക്ക് അലങ്കാരമായി. നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത റാലിക്ക് രാഹുൽ ഹമീദ്, A ബഷീർകുട്ടി, ഷാജഹാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തെന്മല ഹിദായത്തുൽ ഇസ്ലാം ജമാഅത്ത് ഇമാം ഷാജഹാൻ ഫൈസി നബിദിന സന്ദേശം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തെന്മല. SYS പുനലൂർ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ താലൂക്ക് ആശുപത്രിയിൽ പാതയം പദ്ധതിയിലൂടെ ഭക്ഷണം വിതരണം ചെയ്തു. നബിദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് സംഘടന ഭക്ഷണം വിതരണം ചെയ്തത്. SYS സാന്ത്വനം കൊല്ലം ജില്ലാ പ്രസിഡന്റ് A നൌഷാദ് മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. SYS പുനലൂർ സെന്ററിന്റെ നേതൃത്വത്തിൽ നബിദിനാഘോഷങ്ങളുടെ ഭാഗമായി പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്ക് പാതയം പദ്ധതിയിലൂടെ ഭക്ഷണം വിതരണം ചെയ്തു. ഇതോടൊപ്പം ഓരോ മാസത്തിലും ഒരു ദിവസം ഭക്ഷണം നൽകുന്നതിനുള്ള തുക താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന് കൈമാറുകയും ചെയ്തു. താലൂക്ക് ആശുപത്രിയിൽ സംഘടിപ്പിച്ച ചടങ്ങിന് SYS പുനലൂർ സർക്കിൾ പ്രസിഡന്റ് അബ്ദുൾ ഹക്കീം അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി മുഹമ്മദ് റാഫി സ്വാഗതം പറഞ്ഞു. SYS സ്വാന്തനം കൊല്ലം ജില്ലാ പ്രസിഡന്റ് A നൌഷാദ് മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിച്ചു. പുനലൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാഹിർ ഷാ ഭക്ഷണ വിതരണം ഉദ്ഘാടനം ചെയ്തു. പുനലൂർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ D ദിനേശൻ പാതയം പദ്ധതിക്കുള്ള തുക സൂപ്രണ്ടിന് കൈമാറി. SYS ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് S അഷറഫ് സത്താഫി, സെക്രട്ടറി ഹാജ മുഹയനുദ്ദീൻ, ഹാരിസ് താഴെവാതുക്കൽ, അൻസാർ കുന്നിക്കോട്, കുന്നിക്കോട് നൌഷാദ് മുസ്ലിയാർ, M സൈനുദ്ദീൻ താഴെവാതുക്കൽ, യൂനിസ് തുടങ്ങിയവർ സംസാരിച്ചു. SYS പുനലൂർ സർക്കിളിന്റെ നേതൃത്വത്തിൽ SSF, SBS എന്നീ സംഘടനകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. താലൂക്ക് ഹോസ്പിറ്റലിൽ ഇന്ന് നടത്തുന്ന ഈ ഭക്ഷണ വിതരണത്തോടുകൂടി നമ്മൾ ഈ സാന്ത്വനത്തിന്റെ SYSന്റെ സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് വിരാമം കുറിക്കുന്നില്ല. മറിച്ച് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരവും ഞങ്ങളുടെ SYSന്റെ തീരുമാനപ്രകാരവും എല്ലാ മാസവും ഇവിടെ എല്ലാ ദിവസവും ഇവിടുത്തെ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ എല്ലാ രോഗികൾക്കും ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി പാതയം പദ്ധതി എന്ന ഈ പദ്ധതിയിലേക്ക് SYS എല്ലാ മാസവും ഒരു ദിവസത്തെ ഭക്ഷണത്തിന് ആവശ്യമായ തുക കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സ്വത്തുക്കൾ എഴുതി വാങ്ങിയ ശേഷം സഹോദരപുത്രൻ വൃദ്ധയെ വീട്ടിൽ നിന്നും ഇറക്കിവിട്ടതായി പരാതി. 50 ലക്ഷത്തോളം വില വരുന്ന സ്വത്തുക്കൾ അപഹരിച്ചതായാണ് പരാതി.
സഹോദരന്റെ മകൻ സ്വത്തുക്കൾ എഴുതി വാങ്ങിയ ശേഷം വൃദ്ധയെ വീട്ടിൽ നിന്നും ഇറക്കിവിട്ടതായി പരാതി. ഉമ്മന്നൂർ വില്ലേജിൽ തുറവൂർ ചിറക്കര പുത്തൻ വീട്ടിൽ രാജമ്മയെയാണ് സഹോദരന്റെ മകനായ തുറവൂർ RS ഭവനിൽ രാമകൃഷ്ണൻ സ്വത്ത് കൈവശപ്പെടുത്തിയതിനു ശേഷം വീട്ടിൽ നിന്നും ഇറക്കിവിട്ടതായി പരാതി ഉയർന്നിരിക്കുന്നത്. രാജമ്മയുടെ പേരിലുള്ള 50 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വത്തുക്കളാണ് കൈവശപ്പെടുത്തിയത്. രാജമ്മയ്ക്ക് മക്കളില്ലാത്തതിനാൽ സംരക്ഷിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം നൽകിയാണത്രേ സ്വത്തുക്കൾ എഴുതി വാങ്ങിയത്. വീടും സ്വത്തുക്കളും തന്റെയാണെന്നും ഇനി ഈ വീട്ടിൽ കയറിയാൽ കൊന്നുകളയുമെന്നും ഭീഷണിപ്പെടുത്തിയതായും രാജമ്മ പറഞ്ഞു. മക്കളും ബന്ധുക്കളും സ്വത്തുമില്ലാത്തതിനാൽ ആത്മഹത്യയുടെ വക്കിലാണെന്നും രാജമ്മ പറഞ്ഞു. നാട്ടുകാർ ചേർന്ന് കൊട്ടാരക്കര പ്രസ് ക്ലബിൽ രാജമ്മയെ എത്തിക്കുകയും വാർത്താ സമ്മേളനത്തിൽ താൻ ചതിക്കപ്പെട്ടുവെന്ന് രാജമ്മ വ്യക്തമാക്കുകയും ചെയ്തു. കൊട്ടാരക്കര വനിതാ സെൽ സർക്കിൾ ഇൻസ്പെക്ടറിന് പരാതി നൽകി. ഭർത്താവിനെ അടിച്ചു വന്നു ഒരു മാസം കഴിഞ്ഞപ്പോഴും ഇപ്പോഴെൻ്റെ വീട്ടിൽ കിടന്നു തുറന്നിട്ട് എൻ്റെ യൂണിഫോമും എൻ്റെ കറണ്ടും എൻ്റെ കപ്പൂസും അത്രയും ഇടിച്ചിട്ട് വീട്ടിൽ ഞാനൊക്കെ തെരുവോട് നടക്കിയാണ്. ഞാൻ ഇന്നലെ ഓണമാട്ടൊക്കെ വന്നപ്പോൾ തലയിച്ച് ആരും തൊട്ടിരിക്കുന്നു. ഇതിനെല്ലാം കണ്ടതെല്ലാം എന്നെ വിളിച്ച് കൊണ്ടുപോയി ആ വീട്ടിൽ നിന്ന് എന്നെ കൊണ്ടുവന്നതില്ല. എനിക്ക് ആത്മഹത്യ ചെയ്താൽ മാത്രം മതി. എനിക്ക് ഇവിടുന്ന് പരിഹാരം ഉണ്ടാക്കി തന്നില്ല. എനിക്ക് കാര്യം ആശ്രയമില്ല. എൻ്റെ തിരിഞ്ഞ് നടക്കുക പഞ്ചായത്ത് ഓഫീസിൽ തന്നെ കിടക്കും. ഒരു വിശ്വാസം തന്നെ കയറ്റിയതാ. ഈ സ്ത്രീക്ക് 50 ലക്ഷം രൂപയോളം മാർക്കറ്റ് വിലമതിക്കുന്ന സ്വത്ത് വകകളുള്ള ഒരു സ്ത്രീയാണ്. ഇവരുടെ ആംഗ്ലയുടെ ഒരു മകൻ ഈ രാമകൃഷ്ണൻ അയാളുടെ ഭാര്യയും ചേർന്ന് ഈ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ KSRTCയിലെ പുനലൂർ ഡിപ്പയുടെ ഡ്രൈവറാണ്. അദ്ദേഹം ഇവരുടെ ചേരക്കാരനാണ്. ഈ ചേരക്കാരനായ രാമകൃഷ്ണനും ഭാര്യയും ചേർന്ന് ഇവരെ സംരക്ഷിച്ചു കൊള്ളാം എന്ന് ഇവരെ ബോധ്യപ്പെടുത്തി ഒരാഴ്ചയോളം ഇവരുടെ ഈ ചിറക്കര പുത്തമ്മയിൽ താമസിക്കുകയും അങ്ങനെ ഒരാഴ്ച ഇവർ സംരക്ഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ഈ വസ്തുവകകളെല്ലാം കുറച്ച് വിലയാധാരമായി കുറച്ച് ദാന ആധാരമായി ഈ രാമകൃഷ്ണന് എഴുതി കൊടുക്കുകയുണ്ടായി. ഇത് എഴുതി കൊടുത്ത് ഒരു മാസം കഴിഞ്ഞുടനെ ഇയാളുടെ രൂപവും ഭാവവും മാറുകയും ഈ വല്യമ്മയെ അവിടെ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. വാളകത്ത് സാമൂഹ്യവിരുദ്ധർ വീടിന് തീയിട്ട് നശിപ്പിച്ചതായി പരാതി. വാളകം രാജേഷ് ഭവനിൽ രാജന്റെ വീടിനാണ് തിങ്കളാഴ്ച രാത്രി തീയിട്ടത്. വാളകം രാജേഷ് ഭവനിൽ രാജന്റെ വീടിനാണ് സാമൂഹ്യവിരുദ്ധർ തീയിട്ടത്. തിങ്കളാഴ്ച രാത്രി 12 മണിയോടെയായിരുന്നു സംഭവം. ഈ സമയത്ത് രാജനും 5 പേരടങ്ങുന്ന കുടുംബാംഗങ്ങളും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ജനലിൽ മറച്ചിരുന്ന കർട്ടന് തീ പിടിക്കുന്നത് കണ്ട് ഭയന്ന് വീട്ടിലുള്ളവർ ഇറങ്ങി ഓടുകയായിരുന്നു. വീടിന്റെ മുൻവാതിലും ജനാലയും വീടിനുള്ളിൽ കിടന്ന പ്ലാസ്റ്റിക് മേശയും ഭാഗികമായി കത്തിനശിച്ചു. തീ ഭയന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടിയ രാജേഷ് 2 പേർ ഇരുട്ടിലേക്ക് ഓടിമറയുന്നത് കണ്ടതായും ആരാണെന്ന് വ്യക്തമായില്ലെന്നും രാജേഷ് പറയുന്നു. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. 10-12 മണിയാകുമ്പോഴത്തേക്ക് തീയുടെ നല്ല ചൂടുണ്ടാകണ്ട ചൂട് കേട്ടാണ് നമ്മൾ ഈ ഉണർന്ന് പെട്ടെന്ന് അമ്മയെ വിളിച്ചു എൻ്റെ സൗണ്ട് കേട്ടുകൊണ്ട് മറ്റുള്ള ആൾക്കാരെല്ലാം വന്നു. അടുത്തുള്ള വീടുകളിൽ നിന്നൊക്കെ ആൾക്കാർ ഓടിക്കൂടി അങ്ങനെ പെട്ടെന്ന് ഈ കിണറിൽ നിന്ന് വെള്ളം കോരിയാണ് തീ അണച്ചത്. അപ്പം ഞാനൊരു സംഘപ്രവർത്തന. അപ്പം സംഘത്തിലെ എൻ്റെ മേലിലുള്ള ആൾക്കാരെ വിളിച്ച് പറഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ വീടിൻ്റെ ഇടത് സൈഡിൽ നിന്ന് സംസാരിച്ചിരുന്നു. അപ്പോൾ ഒരു ആട്ടോയുടെ സൗണ്ട് കാലക്ലച്ച് വണ്ടിയാണ്. അപ്പോൾ ആട്ടോയുടെ സൗണ്ട് കേട്ടുകൊണ്ട് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ വലതുഭാഗത്തൂടെ റോഡിൽ കയറുന്ന വഴിയുണ്ട്. ആ വഴിയിലൂടെ മേളിൽ ചെന്നപ്പോഴത്തേക്ക് ആട്ടോ മേളിൽ നിന്ന് 2 പേര് ആട്ടോയിൽ കയറി. ഒന്നിൽ കൂടുതൽ ആൾ വണ്ടിയിലുണ്ടായിരുന്നു. പക്ഷേ ആട്ടോയ്ക്കകത്ത് 2 പേര് കയറി പെട്ടെന്ന് നല്ല സ്പീഡിൽ ഓവർ സ്പീഡിൽ വണ്ടി വിട്ടു പോവുകയായിരുന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ച് അതുവഴി വീണ്ടും ഇറങ്ങി വരികയും ചെയ്തു. നേരെ വാളകത്തോട്ടാണ് ആ വണ്ടി പോയത്. സംഭവത്തെ തുടർന്ന് നാട്ടുകാർ ചേർന്ന് തീയണയ്ക്കുകയും കൊട്ടാരക്കര പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. കേബിൾ നെറ്റ്വർക്ക് സാമൂഹ്യവിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചതായി പരാതി. കൊട്ടാരക്കര അമ്പലക്കര പള്ളിമുക്കിലെ തപസ്യ കേബിൾ നെറ്റ്വർക്കാണ് തീയിട്ട് നശിപ്പിച്ചത്. പോലീസ് കേസെടുത്തു. അമ്പലക്കര പള്ളിമുക്കിലെ തപസ്യ കേബിൾ നെറ്റ്വർക്ക് യൂണിറ്റ് സാമൂഹ്യവിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചതായി പരാതി. അമ്പലക്കര സ്വദേശി അജിത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ നെറ്റ്വർക്ക്. ശനിയാഴ്ച പുലർച്ചെ 2:30ഓടെയാണ് സംഭവം. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളാണ് ഉടമയെയും നാട്ടുകാരെയും വിവരമറിയിച്ചത്. സമീപത്തെ ബേക്കറിക്കും ഫർണിച്ചർ കടകൾക്കും ചെറിയ തോതിൽ കേടുപാടുകൾ സംഭവിച്ചു. 1 ലക്ഷത്തോളം രൂപ വില വരുന്ന സാധനങ്ങളാണ് കത്തിനശിച്ചതെന്ന് ഉടമ പറയുന്നു. ഏകദേശം ഒരു 2 മണി സമയത്ത് 2-2:30 അടുപ്പിച്ചായിരുന്നു റബ്ബർ ടാപ്പിങ്ങിന് പോകുന്ന
ഏതോ ഒരു പയ്യനാണ് കണ്ടത്. ഈ കത്തി തീർന്നു. പിന്നെ പോലീസ് ഫയർഫോഴ്സൊക്കെ എത്തിയാണ് ഇപ്പോൾ കൊട്ടാരക്കര പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. കത്തിച്ചതാവാനാണ് സാധ്യത. ഏതാണ്ട് 1 ലക്ഷം രൂപയ്ക്കകത്തുള്ള നാശനഷ്ടങ്ങൾ കേബിൾ അങ്ങനെ സാധനങ്ങൾ ഫൈബർ എല്ലാം പോയിട്ടുണ്ട്. ടിവിയും കേബിളും ഒപ്റ്റിക്കൽ ഫൈബറും നോഡുമൊക്കെ പൂർണ്ണമായും നശിച്ചു. മേൽക്കൂര, ഓടും വാതിൽ നിരകളും അടങ്ങുന്ന പഴയ കെട്ടിടമാണിത്. കടയ്ക്കുള്ളിലെ മുഴുവൻ വസ്തുക്കളും പൂർണ്ണമായി കത്തിക്കരിഞ്ഞ നിലയിലാണ്. ഇലക്ട്രിസിറ്റിയുടെ മീറ്ററും സർവീസ് വയറും കത്തിനശിച്ചു. സംഭവം നടന്നയുടൻ കൊട്ടാരക്കര ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയും ഉടനെത്തി തീ അണയ്ക്കുകയും ചെയ്തതിനാൽ വൻ ദുരന്തം ഒഴിവായി. കൊട്ടാരക്കര പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. രാഹുൽ ഗാന്ധിയുടെ ജനപിന്തുണയിൽ പിണറായി വിജയന് ഹാലിളകിയെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് ലൈവ് വാർത്തയ്ക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ഇങ്ങനെ പ്രതികരിച്ചത്. ദേശീയ നേതാവായ രാഹുൽ ഗാന്ധിയുടെ ജനപിന്തുണയിൽ അസൂയ മൂത്തവരാണ് അദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നതെന്ന് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. രാഹുൽ ഗാന്ധിയോളം ജനപിന്തുണയുള്ള ഒരു നേതാവും സിപിഎമ്മിൽ ഇല്ലെന്നും രാഹുൽ ഗാന്ധിയെ വിമർശിക്കുക വഴി പിണറായി വിജയൻ സ്വയം അപഹാസ്യനായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുൽ ഗാന്ധിക്ക് സംസ്ഥാനത്ത് യാതൊരുവിധമായ സുരക്ഷാ വീഴ്ചയും സംഭവിച്ചിട്ടില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. പോലീസ് വാഹനത്തിന് മുകളിൽ കയറിയ രാഹുൽ ഗാന്ധിയുടെ നടപടിയെ അദ്ദേഹം ന്യായീകരിച്ചു. സുരക്ഷാ വീഴ്ച ഉണ്ടാകാതിരിക്കാൻ പോലീസുകാരുടെ നിർദ്ദേശത്തെ തുടർന്നാണ് അദ്ദേഹം വാഹനത്തിൽ കയറിയതെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. ഈ ഏറ്റവും പ്രഥമസ്ഥാനീയനായ ഒരു VIP ആണ് ശ്രീ രാഹുൽ ഗാന്ധി എന്ന് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഞാനത് പറഞ്ഞത്. കാരണം അദ്ദേഹം ഒരു പോലീസ് വാഹനത്തിൽ കയറി എന്ന് പറയുമ്പോൾ മറ്റുള്ള ഒരു നേതാവ് കയറുന്നത് പോലെയല്ല. കാരണം ഏറ്റവും സാധ്യമായ സാഹചര്യം അവിടെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഒരു വലിയ ജനക്കൂട്ടം തള്ളിക്കയറി വരുമ്പോൾ ഏറ്റവും പെട്ടെന്ന് അടുത്ത് കാണുന്ന വാഹനം അത് പോലീസ് വാഹനമാണ്. അതുകൊണ്ട് ഇത് പോലീസ് വാഹനമായതുകൊണ്ട് കയറാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ഒരു പ്രായോഗികതയ്ക്ക് യോജിച്ചതല്ല. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി ആയതുകൊണ്ടും വളരെ പ്രധാനപ്പെട്ട നേതാവായതുകൊണ്ടും അത് ചെയ്തത് അത്ര തെറ്റാണ് എന്ന് പറയാൻ കഴിയാത്തത് ഒരു കാര്യം. പിന്നെ രണ്ടാമത്തത് ഒരു രാഷ്ട്രീയപരമായ ആരോപണമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കാരണം അസൂയ പൂണ്ട ആളുകൾ, യാതൊരു തരത്തിലും രാഹുൽ ഗാന്ധിയുടെ ഒരു ജനസ്വാധീനം അംഗീകരിക്കാൻ പറ്റാത്ത ആളുകൾ, CPMന്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ഇത്തരമൊരു പ്രസ്താവന ഇറക്കുമ്പോൾ അതിന് പിറകിലുള്ള ചേതോവികാരം എന്ന് പറയുന്നത് ഒരു CPM നേതാവിനും ഇത്രയും ഒരു ജനസ്വാധീനം ഈ രാജ്യത്തില്ല എന്നുള്ളതാണ്. കേരളത്തിൽ ഒരു പൊതുവഴിയിലൂടെ ഏതെങ്കിലും ഒരു CPM നേതാവ് ഇറങ്ങി നടന്നാൽ ഒരുപക്ഷെ തിരിച്ചറിയുക പോലുമില്ല. ഇരുമ്പ് മറയ്ക്കുള്ളിൽ വേലി കെട്ടി തിരിച്ച് ഇരുത്തേണ്ടവരല്ല നേതാക്കന്മാർ. അവർ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കേണ്ടവരാണ്. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ഈ രാജ്യത്ത് ഏറ്റവും മികച്ച നിയമനിർമ്മാണങ്ങൾ നടന്നതായ വേളയിലൊക്കെ അതിന് പിറകിൽ ഒരു സ്വാധീന ശക്തിയായി പ്രവർത്തിച്ചിട്ടുള്ള നേതാവ് കൂടിയാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ മാതൃശ്രീ പാർവതീദേവി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം സംഘടിപ്പിച്ചു. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് പൊങ്കാല അർപ്പിക്കാനെത്തിയത്. പുനലൂർ മാതൃശ്രീ പാർവതീദേവി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം സംഘടിപ്പിച്ചു. വർഷം തോറും നടത്തിവരാറുള്ള പൊങ്കാലയിൽ ഇക്കുറി വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. 1000-ൽ പുറത്ത് പൊങ്കാല അടുപ്പുകൾ ക്ഷേത്രത്തിൽ സജ്ജമാക്കിയിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 6:45 ക്ഷേത്രം മേൽശാന്തി N. ശംഭു പോറ്റി പണ്ടാരയടുപ്പിൽ തീ പകർന്നതോടെ പൊങ്കാലയ്ക്ക് തുടക്കമായി. ദേവീസ്തുതികളിലും ധൂമപാളികളാലും മുഖരിതമായ അന്തരീക്ഷത്തിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് പൊങ്കാലയർപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അഷ്ടമംഗലം മണിയാർ തരങ്കിണി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അഖില കേരള വടംവലി മത്സരം സംഘടിപ്പിച്ചു. പുനലൂർ മണിയാർ അഷ്ടമംഗലം തരങ്കിണി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അഖില കേരള വടംവലി മത്സരം സംഘടിപ്പിച്ചു. തിങ്കളാഴ്ച രാത്രി 8 മണിക്കാണ് മത്സരങ്ങൾ ആരംഭിച്ചത്. കേരളത്തിലെ പ്രമുഖരായ ടീമുകളാണ് മത്സരത്തിൽ അണിനിരന്നത്. 11,111 രൂപയാണ് ഒന്നാം സമ്മാനം. മത്സരം കാണുവാൻ നിരവധി ആളുകൾ തടിച്ചുകൂടിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരം ആസ്ഥാനമായുള്ള താലൂക്ക് എന്ന ദശാബ്ദങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമായി. റവന്യൂ വകുപ്പ് മന്ത്രി അടൂർ പ്രകാശ് പത്തനാപുരം താലൂക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു.
പത്തനാപുരത്തെ ജനതയുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിനൊടുവിൽ മലയോര ജനതയുടെ സ്വപ്നം യാഥാർത്ഥ്യമായി. പത്തനാപുരം ആസ്ഥാനമായുള്ള താലൂക്കിന്റെ പ്രഖ്യാപനവും താലൂക്ക് ഓഫീസിന്റെ ഉദ്ഘാടനവും റവന്യൂ വകുപ്പ് മന്ത്രി അടൂർ പ്രകാശ് നിർവഹിച്ചു. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ ഏറ്റവും കൂടുതൽ പരാതികൾ ലഭിച്ചത് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ടാണെന്നും റീസർവേ സംബന്ധിച്ച് റവന്യൂ വകുപ്പിന് ആയിരക്കണക്കിന് പരാതികളാണ് ലഭിച്ചിട്ടുള്ളതെന്നും റീസർവേ ഉൾപ്പെടെയുള്ള എല്ലാ പരാതികളും എത്രയും വേഗം പരിഹരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അഭാവത്തിലാണ് മന്ത്രി അടൂർ പ്രകാശ് താലൂക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. പത്തനാപുരം ആസ്ഥാനമാക്കി പുതിയ താലൂക്ക് നിലവിൽ വന്നതോടെ മലയോര നാട് വികസന രംഗത്ത് കൂടുതൽ മുന്നേറുമെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ ചുമതലയേൽക്കുന്ന സമയത്ത് ഏതാണ്ട് 5.25 ലക്ഷത്തോളം വരുന്ന പരാതികൾ റീസർവേയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുകയായിരുന്നു. ആ പരാതികൾ കേട്ടുകൊണ്ടാണ് ബഹുമാനായ മുഖ്യമന്ത്രി ജനസമ്പർക്ക പരിപാടി നടത്തിയപ്പോൾ ഏറ്റവും അധികം പരാതികൾ അദ്ദേഹത്തിന് മുമ്പിൽ എത്തിച്ചേർന്നത് റീസർവേയുമായി ബന്ധപ്പെട്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി റീസർവേ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുവാനും ആ റീസർവേ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചുകൊണ്ട് പരാതികൾക്ക് പരിഹാരമുണ്ടാക്കുവാനും അദ്ദേഹം നിർദ്ദേശിക്കുകയായിരുന്നു. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ 5.25 ലക്ഷത്തോളം വരുന്ന പരാതികളിൽ ഏതാണ്ട് 4 ലക്ഷത്തോളം വരുന്ന പരാതികൾക്ക് പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം കൂടി ഞാൻ അറിയിക്കുന്നു. ബാക്കിയുള്ള പരാതികളും സമയബന്ധിതമായി പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. UDF സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി പുതിയ താലൂക്ക് നേടിയെടുത്ത പത്തനാപുരം MLA KB ഗണേഷ് കുമാറിനെ അദ്ദേഹം അഭിനന്ദിച്ചു. പത്തനാപുരം സെന്റ് സ്റ്റീഫൻ സ്കൂൾ ഗ്രൌണ്ട് അങ്കണത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ KB ഗണേഷ് കുമാർ MLA അധ്യക്ഷത വഹിച്ചു. മുൻ മന്ത്രി എന്ന നിലയ്ക്കും MLA എന്ന നിലയ്ക്കും ഗണേഷ് കുമാർ തന്റെ പരിശ്രമഫലമായി നിയോജക മണ്ഡലത്തിൽ നേടിയെടുത്ത എല്ലാ വികസന പ്രവർത്തനങ്ങളും നടപ്പാക്കിയ പദ്ധതികളും വിശദീകരിച്ചുകൊണ്ടാണ് അധ്യക്ഷ പ്രസംഗം നടത്തിയത്. വികസന രംഗത്ത് മറ്റ് നിയോജക മണ്ഡലങ്ങൾക്കെല്ലാം മാതൃകയാകാൻ പത്തനാപുരത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം അടിവരയിട്ടു പറഞ്ഞു. പുതിയ താലൂക്ക് അനുവദിച്ചു നൽകിയ UDF സർക്കാരിന് അദ്ദേഹം നന്ദി പ്രകാശിപ്പിച്ചു. കൊല്ലം ജില്ലാ കളക്ടർ B മോഹനൻ IAS സ്വാഗതം ആശംസിച്ചു. കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ് ചികിത്സാ സഹായ വിതരണം ഉദ്ഘാടനം ചെയ്തു. മുന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ R ബാലകൃഷ്ണപിള്ള മുഖ്യ പ്രഭാഷണം നടത്തി. രാജ്യസഭാംഗം KN ബാലഗോപാൽ മുഖ്യ അതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ലതാ C നായർ, ബിജു K മാത്യു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആശാ ശശിധരൻ, കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാൻ ബെന്നി കക്കാട്, പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ഫാത്തിമ ഖാൻ, പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജോസ്, പട്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C സുജാത, തലവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലേഖ രാജീവ്, DCC ജനറൽ സെക്രട്ടറി CR നജീബ്, UDF ചെയർമാൻ ബാബു മാത്യു, HM ജിബു മുഹമ്മദ്, പള്ളിത്തോപ്പിൽ ഷിബു, ഉസ്മാൻ സാഹിബ്, AR ബഷീർ, ഗോപകുമാർ പട്ടാഴി, പത്തനാപുരം തഹസിൽദാർ S ലംബോദരൻപിള്ള തുടങ്ങിയവർ സംസാരിച്ചു. മുൻ മന്ത്രിയും മുന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാനുമായ R ബാലകൃഷ്ണപിള്ള, മുൻ പത്തനാപുരം MLA K പ്രകാശ് ബാബു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. KB ഗണേഷ് കുമാർ MLA പട്ടയ വിതരണം ഉദ്ഘാടനം ചെയ്തു. ആയിരക്കണക്കിന് ആളുകളാണ് പുതിയ താലൂക്കിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരം താലൂക്ക് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ ഘോഷയാത്ര ശ്രദ്ധേയമായി. ഉത്സവാഘോഷ ലഹരിയിൽ നടന്ന ഘോഷയാത്ര ജനപ്രാതിനിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. പത്തനാപുരം ആസ്ഥാനമായി പുതിയ താലൂക്ക് എന്ന സ്വപ്നം സഫലമായതിന്റെ സന്തോഷത്തിലാണ് പത്തനാപുരത്തെ ജനത. ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി പ്രൌഢഗംഭീരമായ ഘോഷയാത്ര സംഘടിപ്പിച്ചു. പള്ളിമുക്ക് സിവിൽ സ്റ്റേഷൻ ആസ്ഥാനത്തു നിന്നുമാണ് ഘോഷയാത്ര ആരംഭിച്ചത്. സിവിൽ സ്റ്റേഷൻ അങ്കണത്തിൽ നിന്നും തുറന്ന വാഹനത്തിൽ ആയിരങ്ങളുടെ അകമ്പടിയോടെയാണ് വിശിഷ്ട വ്യക്തികൾ സമ്മേളന നഗരിയായ പത്തനാപുരം സെന്റ് സ്റ്റീഫൻ ഗ്രൌണ്ടിലേക്ക് എത്തിയത്. KB ഗണേഷ് കുമാർ MLA, KN ബാലഗോപാൽ MP, ത്രിതല ഗ്രാമപഞ്ചായത്ത് ഭാരവാഹികൾ എന്നിവർ തുറന്ന വാഹനത്തിൽ വൻ ജനാവലിയുടെ അകമ്പടിയോടെ സമ്മേളന നഗരിയിലേക്ക് നീങ്ങി. പത്തനാപുരത്തെ വ്യാപാരി വ്യവസായി സമൂഹം, കുടുംബശ്രീ പ്രവർത്തകർ, സ്കൂൾ വിദ്യാർത്ഥികൾ, NSS NCC കേഡറ്റുകൾ, അധ്യാപകർ, പൊതുപ്രവർത്തകർ, ജനപ്രതിനിധികൾ, സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ ഘോഷയാത്രയിൽ അണിനിരന്നു. പത്തനാപുരത്തിന്റെ സാംസ്കാരിക ശക്തിയും ദേശസ്നേഹവും വിളിച്ചറിയിക്കുന്ന ഘോഷയാത്രയിൽ ആയിരങ്ങളാണ് അണിനിരുന്നത്. താലൂക്ക് രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആഘോഷ പരിപാടികൾ വൻ വിജയമാക്കുവാൻ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ പൌരാവലിയും അണിനിരന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കോന്നി താലൂക്കിന്റെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി അടൂർ പ്രകാശ് നിർവഹിച്ചു. കോന്നി KSRTC മൈതാനിയിൽ ചേർന്ന പ്രൌഢഗംഭീരമായ ചടങ്ങിലാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. 3 ദശാബ്ദത്തെ കാത്തിരിപ്പിനൊടുവിൽ കോന്നി താലൂക്ക് യാഥാർത്ഥ്യമായി. കോന്നി KSRTC മൈതാനിയിൽ ചേർന്ന സമ്മേളനത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രി അടൂർ പ്രകാശ് ഉദ്ഘാടനം നിർവഹിച്ചു.
ദശാബ്ദങ്ങളായി കോന്നി താലൂക്കിനു വേണ്ടി സമരം നയിച്ച എല്ലാ നല്ലവരെയും സ്മരിക്കുന്നതായും കോന്നിയിൽ താലൂക്കും മെഡിക്കൽ കോളേജും യാഥാർത്ഥ്യമാക്കുക എന്ന സ്വപ്നം ജനങ്ങളുടെ നീണ്ട നാളത്തെ ആവശ്യമായിരുന്നെന്നും അത് യാഥാർത്ഥ്യമാക്കാൻ പ്രോത്സാഹനം നൽകിയ ജനങ്ങൾക്കായി അത് സമർപ്പിക്കുന്നതായും മന്ത്രി പറഞ്ഞു. ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കോന്നിക്ക് ഒരു താലൂക്ക് ഉണ്ടാകണം എന്നുള്ളത്. അതിനുവേണ്ടി നിരവധി സമരങ്ങൾ, നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിരവധി സമരങ്ങൾ, അതിന് നേതൃത്വം കൊടുത്ത നിരവധി ആളുകൾ കോന്നിയിലുണ്ട്. അവരെ എല്ലാവരെയും ഞാൻ അതുകൊണ്ടിൽ തന്നെ സ്മരിക്കുകയാണ്. കോന്നിക്കാർക്ക് ഉൾപ്പെടെ കേരളത്തിൽ 12 താലൂക്കുകൾ നിർമ്മിക്കുവാൻ റവന്യൂ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ താലൂക്കുകൾ ഈ കാലഘട്ടത്തിൽ അനുവദിക്കുവാൻ കഴിഞ്ഞു എന്ന അഭിമാനത്തോടുകൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. യോഗത്തിന് ആന്റണി MP അധ്യക്ഷത വഹിച്ചു. പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രണബ് ജ്യോതിനാഥ് IAS സ്വാഗതം പറഞ്ഞു. ആരോഗ്യവകുപ്പ് മന്ത്രി VS ശിവകുമാർ മുഖ്യ അതിഥിയായിരുന്നു. മുൻ MP ചെങ്ങറ സുരേന്ദ്രൻ, മുൻ MLA PJ തോമസ്, മുൻ MLA A പത്മകുമാർ, പ്രവാസി ഭാരതീയ പുരസ്കാര ജേതാവ് ഡോക്ടർ വർഗീസ് കുര്യൻ എന്നിവരെ കേരള നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ N ശക്തൻ ആദരിച്ചു. KN ബാലഗോപാൽ MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സജി ചാക്കോ, പത്തനംതിട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് P മോഹൻരാജ്, CPM ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് K അനന്തഗോപൻ, കേരള കോൺഗ്രസ് M ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് വിക്ടർ T തോമസ്, CPI ജില്ലാ സെക്രട്ടറി P പ്രസാദ്, ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് മാത്യു കുളത്തുങ്കൽ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് KE അബ്ദുൾ റഹ്മാൻ, BJP ജില്ലാ സെക്രട്ടറി പ്രസിഡന്റ് TR അജിത് കുമാർ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ പുതുതായി പണികഴിപ്പിച്ച IP ബ്ലോക്കിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച നടക്കും. പത്തനാപുരം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിനു വേണ്ടി പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് പണികഴിപ്പിച്ച പുതിയ IP ബ്ലോക്കിന്റെയും KN ബാലഗോപാൽ MPയുടെ വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 5 ലക്ഷം രൂപ ഉപയോഗിച്ച് വാങ്ങിയ ഉപകരണങ്ങളുടെയും ഉദ്ഘാടനം ബുധനാഴ്ച രാവിലെ 10 മണിക്ക് രാജ്യസഭാ അംഗം KN ബാലഗോപാൽ MP ഉദ്ഘാടനം ചെയ്യും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആശാ ശശിധരൻ അധ്യക്ഷത വഹിക്കും. KLDC ചെയർമാൻ ബെന്നി കക്കാട്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഫാത്തിമ ഖാൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ബിജു K മാത്യു, ലതാസി നായർ, BDO സൌമ്യ ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിക്കും. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിവിധ മുസ്ലിം സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ നബിദിനാഘോഷം സംഘടിപ്പിച്ചു. രാഹുൽ ഗാന്ധിയുടെ ജനപിന്തുണയിൽ പിണറായി വിജയന് ഹാലിളകിയെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ്. പത്തനാപുരം, കോന്നി താലൂക്കുകൾ യാഥാർത്ഥ്യമായി റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.